പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രത്തിൽ വായിക്കുന്നത് തീക്കാറ്റിൽ ഉലയുന്ന യുഎസിനെ പറ്റി, അമേരിക്കയെ പറ്റിയാണ്. നമുക്കറിയാം 40,000 ഏക്കർ സ്ഥലം വൈൽഡ് ഫയർ, കാട്ടുതീ വന്ന് നശിപ്പിച്ചു. 15,000-ഓളം കെട്ടിടങ്ങൾ കത്തി നശിച്ചു. മരണസംഖ്യ ആർക്കും കൃത്യം പറയാറായിട്ടില്ല. എങ്കിലും 20 എന്നൊക്കെ പറയുന്നു, പലരെ കാണാനില്ല എന്ന് പറയുന്നു. ഇനി മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട്, അഗ്നിശമനക്കാര് ശ്രമിച്ചിട്ടും തീ കെടുത്താൻ പറ്റുന്നില്ല. അടുത്ത നാളുകളിൽ തീ കൂടുതലായിട്ട് അത് കത്തി പടരും എന്ന്. വേദനയോടെ നമ്മൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിലതൊക്കെ ചിന്തിക്കേണ്ടത് ആണ്. നമ്മൾ ഏതോ ഒരു കവി പാടിയതുപോലെ കണ്ണു കണ്ടിരിക്കൽ ജനങ്ങൾ കണ്ടില്ല എന്ന് വരുത്തുന്നതും ഭവാൻ. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പെട്ടെന്ന് കണ്ടില്ല എന്ന് വരുത്തുന്നത് ദൈവം. 2-4 ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേച്ച് നടത്തുന്നതും ഭവാൻ. മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. പണ്ട് ചെറുപ്പത്തിലങ്ങാടി പാടിക്കേട്ടതാണ് ഞാനിപ്പോൾ ആവർത്തിച്ചത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാണ് അമേരിക്ക. ഞൊടിയിട കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഉപകരണങ്ങളുണ്ട്, അഥവാ അതിന് ശക്തിയുള്ള ബോംബുകളുണ്ട്. എന്നാൽ ഈ തീ കെടുത്താനുള്ള വെള്ളം പോലും തികയാത്ത ഒന്നാണ്. ആരും ചോദിക്കാത്തവരോട് ദൈവം ചോദിക്കുന്നു. ജീവിതത്തിൽ ഇതിനപ്പുറവും നടക്കും. ധനാഢ്യന്മാർ, ശതകോടീശ്വരന്മാർ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഇതേപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ സ്ഥലങ്ങൾ കാലിഫോർണിയയിലെ ഏറ്റവും ആകർഷകമായ, ഏറ്റവും പണക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ലോസ് ആഞ്ചലസ്. അത് നമുക്കറിയാം. അവിടെ ഹോളിവുഡ്. ഇനി ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. അതായത് ശതകോടീശ്വരന്മാർ ജീവിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളാണ് തീയിൽ കത്തി നശിക്കുന്നത്. അമേരിക്ക പണമുള്ളതുകൊണ്ട് കണിശുമാറ്റും, ഇൻഷുറൻസ് പൈസ എല്ലാം കൊടുക്കും, ഇതെല്ലാം വീണ്ടും പണിയും. ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം, വാസ്തവത്തിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവ നിഷേധമല്ലേ? അത് നമ്മൾ അവിടെ നമുക്കറിയാം, മുഴുവനും കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. അത് ഹോളിവുഡിന്റെ എല്ലാം ആ സിനിമാ നടിമാരും അവർ താമസിച്ച സ്ഥലങ്ങളും എല്ലാം പോയതായിട്ട് നമ്മൾ കേട്ടു. കുബേരന്മാരായ ആളുകളുടെ തകർച്ചകളെപ്പറ്റിയും മനോരമയിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ഹണ്ടർ ബൈഡൻ, പാരിസ് ഹിൽട്ടർ, ആദ്യ ബ്രോഡി, മെൽ ഗിബ്സൺ, പാഷൻ എന്ന ഫിലിം ഇറക്കിയ ആള്, ബില്ലി ക്രിസ്റ്റൽ, കാമറോൺ, മാർസി, മെലീഷ ഡിവോ, ഓൾ ബിഗ്, എല്ലാവരും വലിയ ആളുകൾ. അവിടെയൊക്കെ കെട്ടിടങ്ങൾ കത്തി നശിച്ചു. ഞാൻ സന്തോഷത്തോടെ അല്ല ഇത് പറയുന്നത്, ഏറെ ദുഃഖത്തോടെ. ഈ അവസരത്തിൽ ആത്മീയമായിട്ട് ഒന്ന് ചിന്തിക്കണം. തീ ആണ് കത്തുന്നത്. നമ്മൾക്ക് പറയുന്നത് തീ നരകത്തിലെ സ്ഥിതിയാണ് എന്ന്. സത്യത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? കാലിഫോർണിയയിലെ അത് ഇപ്രകാരമുള്ള മ്ലേച്ഛ ജീവിതത്തെക്കാൾ അധികമായി. നിങ്ങൾ ഓർക്കണം, കാലിഫോർണിയയിലാണ് പിശാചിന്റെ ദേവാലയങ്ങൾ, അഥവാ പിശാചിന്റെ അമ്പലങ്ങൾ, പിശാചിന്റെ സെന്ററുകൾ തുടങ്ങിയത്. 1960 തുടങ്ങി. നമുക്കറിയാം, സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ പിശാചിന്റെ ആലയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ ഒരു പിശാചിന്റെ ടെമ്പിൾ അവിടെയുണ്ട്. 2013 പണി കഴിച്ചു. അവിടെ ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. 24 മണിക്കൂറും സാത്താൻ വര, സാത്താൻ വാ, സാത്താൻ വാ, പിശാചെ വാ എന്ന് വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ദൈവം വരും. ഇവിടെ ചെയിൻ പ്രയർ, സംഘടിതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? ലോകം മുഴുവൻ പിശാചിന്റെ കീഴിൽ വരുവാനായിട്ട്. ഇത് ഈ സിറ്റിയിലാണ്, ഈ സ്റ്റേറ്റിലാണ്, കാലിഫോർണിയയിലാണ് കൂടുതലായിട്ട്.
ഇന്നത് പറന്നു പിടിച്ച് ലോകത്തിലെങ്കും ഉണ്ട് നമുക്കറിയാം. പൈശാചി ആരാധന, ഷെറ്റനിഷം, ആടിന്റെ തലയുള്ള, മാലാഹയുടെ ചിറകുള്ള, അല്ലെങ്കിൽ കാണാൻ സാധിക്കും 8ഉം 10ഉം കൊമ്പുള്ള ചില മ്ലേച്ഛമായ പ്രതിമകൾ ഉണ്ടാക്കി ആരാധിക്കുന്നു. അവിടെ ബ്ലാക്ക് മാസ്, അതായത് പള്ളിയിൽ നിന്നൊക്കെ കട്ടെടുക്കുന്ന ആളുകൾ കട്ടുകൊടുക്കുന്ന വിശുദ്ധ കുർബാന അവിടെ അവഹേളിക്കപ്പെടുന്നു. അത് തുപ്പുന്നു, ചവിട്ടുന്നു, കത്തിക്കുന്നു. മാത്രമല്ല കുരിശുരൂപങ്ങൾ തകർക്കുന്നു, മാതാവിന്റെ സ്വരൂപങ്ങൾ തകർക്കുന്നു. ആ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നഗ്നയായ സ്ത്രീകൾ ഉണ്ടാക്കുന്ന അത് അൽത്താര പോലെ അതിലാണ് ഇതെല്ലാം മ്ലേച്ഛതകൾ നടത്തുന്നത്. ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരസ്പരം കടിച്ചു കീറി രക്തം കുടിക്കുന്നു, പിശാചിന്റെ ഡാൻസുകൾ, ഇതെല്ലാം അവിടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു കോൺസിക്വൻസ്, ഇതിന്റെ ഒരു കാര്യം കൊണ്ടല്ലേ ഇന്ന് ഈ ഫയർ, തീയ്, പിശാചിന്റെ തീയ് അമേരിക്കയിൽ വരാൻ കാരണം. ഞാൻ പറയുന്നില്ല ആഡംബര ജീവിതം കൊണ്ട് മാത്രമാണെന്നോ അല്ലെങ്കിൽ അഴിച്ചുവിട്ട അശുദ്ധമായ ജീവിതം കൊണ്ടാണെന്നും, അതും ആകാം. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് കർത്താവ് ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്ന് കർത്താവിന്റെ ശത്രുവും നമ്മുടെ ശത്രുവുമായ പിശാചിനെ ആരാധിക്കുന്ന ഒരു സ്ഥലം ആണ്. നമ്മൾ അത് ബൈബിളിലുടനീളം കാണാൻ സാധിക്കും. നരകത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം തീ ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അതെ, നാം 1-2 വാക്കുകൾ ഞാൻ ബൈബിളിൽ നിന്ന് ഒന്ന് വായിച്ചോട്ടെ. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 21-ാം അധ്യായം 28 വചനം. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇത് കർത്താവിന്റെ വചനമാണ്. നമ്മൾ വായിക്കുന്നതാണ് ബൈബിളിൽ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും അസത്യത്തെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും ഇപ്രകാരമുള്ള തടാകത്തിലേക്ക് അത് തള്ളപ്പെടുമെന്ന് പറയുന്നത് അത് നമുക്ക് വായിച്ചു കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്തരണത്തിൽ അതിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരുപക്ഷെ ഒരു മാനസാന്തരമല്ലേ? മലാക്കി പ്രവാചകൻ പറയുകയുണ്ടായി 4-ാം അധ്യായം 1 കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു, അനഹങ്കാരികളും ദുഷ്ടരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. ഇത് കർത്താവിന്റെ വചനമാണ്. ദഹിപ്പിച്ചു കളയും, വേരും ശാഖയുമില്ലാതെ വൈക്കോല് പോലെ. ഇതല്ലേ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നടക്കുന്ന ഈ കാട്ടുതീയില് അല്പം ഒന്ന് ചിന്തിക്കണം. നമുക്കറിയാം ധനവാന്റെയും ലാസറിന്റെയും ഉപമ. നമുക്കറിയാം വളരെ ആഡംബരപൂർവമായി ജീവിച്ച ധനവാൻ മരണശേഷം എവിടെ ചെന്നുവെന്ന് തീയിലായിരുന്നു എന്നാണ് അത് ബൈബിൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്ക എഴുതിയ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം. തീയിൽ കത്തി ദഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ലാസറിനോട് പറഞ്ഞത്, പച്ചവെള്ളത്തിൽ കൈ മുക്കി ഒരു തുള്ളി എന്റെ നാക്കിൽ ഒഴിപ്പിക്കണമേ എന്ന്. അപ്പോൾ തീ അനുഭവം, ഇത് കത്തുന്ന അനുഭവം നരകത്തിൻ്റെതാണ്. ഭൂമി എപ്രകാരം നരകമാകാൻ കഴിയും? ഭൂമി നരകമാകുന്നത് എപ്പോൾ? നിശ്ചയമായിട്ടും ദൈവത്തെ മറക്കുമ്പോൾ, തമ്പുരാനെ മറക്കുമ്പോൾ. നമുക്ക് ഒരു ചെറിയ പുസ്തകം അത് ബൈബിളിൽ ഉണ്ട്. അത് ജൂഡാസ് എഴുതിയ ലേഖനം. ജൂഡാസ് കറിയാത്ത അല്ല, നമുക്കറിയാം. ജൂഡാ തദേവുസ് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 7 വചനം പറയുന്നു, സോഡോമിനെയും ഗൊമോറായെയും അതനുസരിച്ച് ഗോമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകി ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യ അഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി. അത് എല്ലാവർക്കും ദൃഷ്ടാന്തമായിരിക്കട്ടെ. ഹല്ലേലൂയ. സൊഡോം ഗൊമോറ ഒരു ചരിത്ര സത്യമാണ്. എല്ലാവിധത്തിലും മ്ലേച്ഛതകളും നടന്നപ്പോൾ എപ്രകാരം ശിക്ഷ അവരുടെ മേൽ അത് വന്നു പതിച്ചുവെന്ന് അത് ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസും വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് അത് പറയുന്നുണ്ട്. 2 പത്രോസ് അധ്യായം 3 വചനം 7 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ അഗ്നിക്ക്
ഇരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 10 വചനം, കർത്താവിന് ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും, ഭൂമി മുതലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരായിരിക്കുവിൻ. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദത്തപ്രകാരം നമുക്കായി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് വായിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, തിന്മയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നരകമാണ്. അത് വ്യക്തിപരമായാലും കുടുംബപരമായാലും സമൂഹത്തിലായാലും സഭയിലായാലും ലോകത്തിലായാലും. അതുകൊണ്ടാണ് കർത്താവിന്റെ വിശുദ്ധിയിൽ, കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവ് പഠിപ്പിച്ച വചനത്തിലൂടെ നടക്കുകയാണെങ്കിൽ അതാണ് പരദീസ, അതാണ് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ നാളുകളൊക്കെ നമ്മൾ കർത്താവിന്റെ വരവിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ ഒരു അടയാളമാണ് അമേരിക്കയിലെ തീയെന്നല്ല ഞാൻ ഈ പറയുന്നത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ മറന്നു പോകരുത്. അശുദ്ധിയുള്ള ജീവിതം, ദുർമാർഗിക അധാർമികമായ ജീവിതം, ഇതിനൊക്കെ ഒരു അറുതി വരേണ്ട കാലം ആയിരിക്കുന്നു. ഇന്ന് എത്രയെത്ര അനുഭവങ്ങൾ, സുനാമി വന്നു, സാമ്പത്തിക തകർച്ച വന്നു, കോവിഡ് വന്നു, എന്നിട്ടും ആരും പഠിക്കുന്നില്ല. കർത്താവ് ഇതിലൂടെ, അതിന്റെ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കി നമ്മൾ മനസ്സ് തിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരാകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ തന്നെയാണ് വലിയ സാത്താനിക ആരാധനയിൽ യേശുവിനെതിരായി വിശ്വാസം നഷ്ടപ്പെടുത്തി, ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ പിശാചിന്റെ അമ്പലങ്ങൾ ഉണ്ടാക്കി, സ്വരൂപങ്ങൾ ഉണ്ടാക്കി അവിടെ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ പിശാചിന്റെ ആധിപത്യത്തിലാകാൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവൻ നരകത്തിലായിത്തീരുവാൻ, തീയിലായിത്തീരുവാൻ. ഇതൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ പറഞ്ഞുവെന്ന് മാത്രം, മനസ്സിലെ വേദന കൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. കാരണം ഈ ദിവസങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്റെ കർത്താവ് ഈ തീ കെടുത്തണമേ, അമേരിക്കയെ രക്ഷിക്കണമേ, ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സിൽ കർത്താവ് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത്? നിശ്ചയമായിട്ടും അമേരിക്കക്കാരുടെ പാപം കൊണ്ട് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ ഫലമാണ്. നമുക്ക് ഇന്ന് ലോകം ഒരു ലോകമായി മാറുകയാണ്, അതിർത്തികളൊക്കെ പോയിരിക്കുകയാണ്. എല്ലാവരും പറയുന്നു, ഒരു ലോകം, ഒരു മതം, അല്ലെങ്കിൽ ഒരു ജാതി, ഒരു നോട്ട്, ഒരു കറൻസി എന്നൊക്കെ പറയുന്ന കാലം. ഇതാ ഇപ്രകാരമുള്ള തകർച്ചകൾ ഇന്ന് അമേരിക്കയിൽ, നാളെ യൂറോപ്പിലായിരിക്കാം, പിന്നീട് ഏഷ്യയിലായിരിക്കാം, നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ആകാം. ആണ് പ്രിയപ്പെട്ടവർ, ഞാൻ ഭയപ്പെടുത്തുകയല്ല. ദൈവഭയമുള്ളവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വിശ്വാസ ചുരി കൂടാതെ, മൂലച്ചുരി കൂടാതെ നല്ലവരായി ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ശ്രമിക്കുക. അതിന് ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിലൂടെ നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കറിയാം, കൊച്ചു കേരളത്തിൽ പോലും പല പട്ടണങ്ങളിലും സാത്താനിക ആരാധനകളുണ്ട്. പരസ്യമായിട്ട് ആരാധിക്കുന്ന ഒരു പക്ഷെങ്കിൽ അമ്പലങ്ങൾ, പിശാചിന്റെ അമ്പലം ഇല്ലായിരിക്കാം. എങ്കിലും നമ്മുടെയും സക്രാരികളിൽ നിന്ന് മോഷണം പോകുന്നുണ്ട്. യേശുവിന്റെ ശരീരമെന്ന് നമുക്കറിയാം. പലരും അത് വിൽക്കുന്നുണ്ട്, എന്നിട്ട് ആഭാസങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിന്റെ നാമം വ്യഥ പറയുന്നുണ്ട്. അതുപോലെ 1-ാം പ്രമാണത്തിന്റെ ലംഘനം ഏറെ വർദ്ധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസികളോ അവിശ്വാസികളോ, ക്രിസ്ത്യാനികളോ അക്രൈസ്തവരോ ആരുമായിരിക്കട്ടെ, മനസ്സാക്ഷിക്കനുസരിച്ച് കർത്താവിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ ജീവിതം, നല്ല ജീവിതം, ശുദ്ധമായ ജീവിതം ജീവിക്കാൻ പരിശ്രമിക്കുക. അതുമാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇപ്രകാരമുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ഒരു നിവാരണം, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തുക. പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവമാണ് ഇതെല്ലാം കാണുന്നത്. ഈ തീ എത്തിച്ചൊരു ദൈവമാണെന്ന് ഞാൻ പറയല്ല, അല്ലെങ്കിൽ ശിക്ഷയാണെന്ന് ഞാൻ പറയല്ല. ശിക്ഷ അവനവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. തീയും അവനവൻ തന്നെയാണ്.
നിശ്ചയമായിട്ട് ഈ കാട്ടുതീ എന്ന് പറയുന്ന ആരോ തീയിട്ട, അല്ലാതെ കാട്ടി ചുമ്മാതുണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, ഒരുപക്ഷെ അവിടെ വൃക്ഷങ്ങൾക്ക് ആരേലും തീയിട്ട് കാണും. ശത്രുക്കളായിരിക്കാം, മിത്രങ്ങളായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. വല്ല മദ്യപാനികളോ ഒരു പക്ഷെങ്കിൽ ലക്കില്ലാതെ പോയവരോ ആയിരിക്കാം കത്തിച്ചത്. അതെ, മനുഷ്യൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നു. ദൈവം സ്നേഹമാണ്. ദൈവം ഒരിക്കലും ശിക്ഷിക്കുകയില്ല. ദൈവം ആരെയും വെറുക്കുന്നില്ല. എന്നാൽ ഈ വിപത്തുകളെല്ലാം നമ്മുടെ ജീവിതം വഴിയായി നമ്മൾ തന്നെ നമ്മുടെ മേൽ വരുത്തി വെക്കുന്നു. അപ്പോൾ ആ ദൈവം സൂര്യനെ പോലെ നമുക്കറിയാം, എല്ലാവരുടെ മേലും പ്രകാശം, എല്ലാവരുടെ മേലും കൃപ, എല്ലാവരുടെ മേലും അനുഗ്രഹം കിട്ടുന്നു, വർഷിക്കുന്നു. എന്നാൽ അത് ലഭിക്കണമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ആന്റീനാകൾ, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരിക്കണം ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ. അത് കരടും തുരുമ്പും ഒരു പിടിച്ച് അശുദ്ധമാണെങ്കിൽ, അത് വക്രതയിലാണ്, ഒരു മ്ലേച്ഛതയിലാണെങ്കിൽ ആ ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുകയില്ല. ഇനിയുമെങ്കിലും മനസ്സിലാക്കൂ. ഇത് കേൾക്കുന്ന ഏതാനും പേരെങ്കിലും ഇതേപ്പറ്റി ചിന്തിക്കുക, അത് പ്രാർത്ഥിക്കുക. ഇപ്രകാരമുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഈ നമ്മുടെ ഭൂമിയെ രക്ഷിക്കണമേ, ജനങ്ങളെ രക്ഷിക്കണമേ എന്ന് ഇപ്പോൾ പ്രത്യേകം ഈ തീ കെടുത്തുവാൻ അവരെല്ലാം പരിശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. അയൽ രാജ്യങ്ങൾ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. എങ്കിൽ ദൈവമാണത് കെടുത്തേണ്ടത്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അത് ഇപ്രകാരമുള്ള ദുരന്തത്തിൽ നിന്ന് അമേരിക്കയും ലോകത്തെ മുഴുവൻ രക്ഷിക്കണമേ. അതിനായിട്ട് നമ്മൾ ഈ കേൾക്കുന്ന നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക, നല്ല ജീവിതം കഴിക്കുവാൻ, ഉത്തമ ജീവിതം കഴിക്കുവാൻ, ശുദ്ധഹൃദയമുള്ളവരായിരിക്കുവാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അർപ്പിക്കുന്നു. കർത്താവ് ഈ വചനം കേട്ട ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഭൂമിയിലെ ദുരന്തങ്ങൾ അനവധിയാണ് കർത്താവേ. അതിന്റെ ഫലമായി പട്ടിണി, മരണം എല്ലാം നടക്കുന്നു, യുദ്ധങ്ങൾ നടക്കുന്നു, ബോംബ് വർഷങ്ങൾ നടക്കുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് വലിയ കാലാവസ്ഥയ്ക്കുള്ള വ്യതിയാനം, വലിയ ചൂട്, അതിശൈത്യം, അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് വലിയ ഉഷ്ണക്കാറ്റ് അഥവാ കാട്ടുതീ. കർത്താവേ, ഇതിന്റെ മേലെല്ലാം ആധിപത്യം സ്ഥാപിച്ച് അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച എല്ലാ ജനങ്ങളെയും അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും ഞാനിപ്പോൾ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.